Hi everyone. Today's video I am using both English and Malayalam because few of my subscribers asked me to do the video in English too. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ഒലിവ് ഗ്രീൻ കളർ സാരിയാണ്. സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനും ഡിസൈൻസും ചെയ്യാനായിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ സാരി വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. ഇത് പ്യുവർ നെറ്റ് കോട്ട സാരിയാണ്, കോട്ടണിൽ വരുന്ന സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഗ്രീനിൽ ഒരു ലാവൻഡർ കളർ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലവർ ചെയ്യാനായിട്ട് ലേസ് ഡേസ് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീവ്സ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ഞാൻ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് കൊടുക്കാറുള്ളത്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ്റൻ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ഐഡിയ ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പല പല സ്റ്റിച്ചസ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൽ ഇപ്പോൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ സാരി ഉടുക്കുമ്പോൾ ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചോന്നേ ഉള്ളൂ. നമ്മൾ സിംഗിൾ പ്ലീറ്റ് ഇട്ട് ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ഡിസൈൻ കാണാനായിട്ട് ഭംഗിയായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ പല്ലുവിൻ്റെ പാർട്ടിലും ഡിസൈൻ വരുന്നുണ്ട്. അതേപോലെ താഴെ ഉടുക്കുമ്പോൾ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തും വരുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് ലാവൻഡറിൻ്റെ ഷെയ്ഡ് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ യൂസ് ത്രെഡിൻ്റെ നമ്പേഴ്സ് ഞാൻ ഇതിൻ്റെ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ലീഫ് ചെയ്യാനായിട്ട് ഗ്രീൻ ആൻഡ് ക്രീം കോമ്പിനേഷൻ വരുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് ഭയങ്കര ഈസി ആയിരിക്കും. അതായത് നമ്മൾ ഇൻ ബിറ്റ്വീൻ നൂല് മാറ്റി വേറെ എടുക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്യുന്നത്. Today I am planning to show you the tutorial video of this design. For this design I had used lavender color and green color. Green I had used multicolor thread, lavender is plain color thread. Inside this flower I had used cream color thread. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നി. ബിക്കോസ് ഇതൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. ഞാൻ ഇതിൽ നേരത്തെ യെല്ലോ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്, ദെൻ പിങ്ക് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു കളർ ചൂസ് ചെയ്തത്. അതായത് ഗ്രീൻ ആൻഡ് പേർപ്പിൾ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ. എപ്പോഴും നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോഴേക്കും ഒരു പ്രാവശ്യം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ഈ ഒരു കളർ കോമ്പിനേഷനിൽ ചൂസ് ചെയ്തത്. ഒത്തിരി പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഗ്രീനും പിങ്കും അല്ലേ കോമ്പിനേഷനിൽ. ഗ്രീൻ ആൻഡ് പിങ്ക്, ഗ്രീൻ ആൻഡ് യെല്ലോ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുതിയൊരു ഡിസൈൻ കിട്ടാനായിട്ടാണ് ഇതേപോലൊരു കളർ കോമ്പിനേഷൻ ഞാൻ ചൂസ് ചെയ്തത്. First of all, I have to tell you about the color of the thread. Here I am using lavender color, green color and cream color. If you want, you can note the number of these colors. I'm not using a specific lavender color. If I get any light shades, I'm using both light and dark shade. Here I'm using only light lavender color. For flower, we can use 6 strands thread. This is the drawing of this design. I'll add this at the end. I think you already know this is a lace daisy flower. The way I'm using is entirely different because I have to make the petals in each distance. So I'm using my own method. You can watch the video carefully.
In the middle of the flower, I am doing French knot stitch. I am also taking 6 strands thread for this French knot, and also I am turning 3 times. Most of the time all are asking about the doubt regarding the size of the French knot. If we turn 3 times, we will get minimum size. We can increase the size when we are adding the number of turns. You can watch the video. Next, I'll show you the stem and leaves. For the stem, I'm using stem stitch, and the leaves we can use satin stitch. For the stem and leaves also, I'm using 6 strands thread. എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ്. ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള ഒത്തിരി പേരും അത് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് പലർക്കും ചില കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് കുറേ പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിലും കൂടി ചെയ്യണം, ഹിന്ദിയിലും ചെയ്യണം എന്ന്. മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷും കൂടി വീഡിയോയിൽ ആഡ് ചെയ്യാം, കംപ്ലീറ്റ് മലയാളം മാത്രം യൂസ് ചെയ്യാതെ. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള കുറേ ആളുകൾ ഇങ്ങനെ ചിന്തിക്കും എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ദിവസം അതിൽ വ്യത്യാസം വന്നതെന്ന്. അപ്പോൾ അത് ഞാൻ നിങ്ങളോടൊന്ന് ക്ലാരിഫൈ ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഈ 2 ലാംഗ്വേജ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ട്യൂട്ടോറിയൽ വീഡിയോ ഒത്തിരി പേര് ഇത് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയൊക്കെ ആണെങ്കിലും ഒത്തിരി പേര് ഹാൻഡ് വർക്ക്, ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പുതിയ ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിച്ചസ് കാണുമ്പോൾ ഒക്കെ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പേഴ്സണലി വിളിച്ച് ക്ലാരിഫൈ ചെയ്യുന്നതിനേക്കാളും ഇതിപ്പോൾ നമ്മൾ ഇതേപോലൊരു കാര്യം കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ ഒത്തിരി പേർക്ക് അതൊരു ബെനിഫിറ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ചേഞ്ച് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Thank you for watching. We'll meet soon.